വിഷുപ്പുലരിയിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. വിഷുക്കണി ദർശിക്കാൻ ശബരിമലയിലും ഗുരുവായൂരിലും ജനസാഗരമായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലും വിഷുക്കണി ഒരുക്കി. രണ്ടേ 42-നും 3:42-നും ഇടയിലായിരുന്നു ഗുരുവായൂരിലെ വിഷുക്കണി ദർശനം. കഴിഞ്ഞ ദിവസം രാത്രി പൂജയ്ക്ക് ശേഷം കീഴ്ശാന്തിമാർ ക്ഷേത്രത്തിലെ ശ്രീലകത്തെ മുഖമണ്ഡപത്തിലും ശ്രീലകത്തിന് പുറത്തെ നമസ്കാര മണ്ഡപത്തിലുമായാണ് കണി ദർശനം ഒരുക്കിയത്. വിഷു ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന വിശേഷാൽ ശീവേലിക്ക് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും അകമ്പടിയായി. വലിയൊരു ഭക്തജനങ്ങളുടെ തിരക്ക് തന്നെ പ്രതീക്ഷിച്ച് മുൻകൂട്ടി തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ 10 മണി മുതൽ തന്നെ വിഷുക്കണി ദർശനത്തിനുള്ള ക്യൂ പ്രത്യേകമായിട്ട് ആ പന്തലിനകത്ത് രൂപപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. പുലർച്ചെ 3 മുതൽ 4 വരെയായിരുന്നു വിഷുക്കണി ദർശനം. ശബരിമലയിൽ പുലർച്ചെ 4 മുതൽ 7 വരെയായിരുന്നു വിഷുക്കണി ദർശനം ഒരുക്കിയത്. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഭക്തർക്ക് വിഷുക്കൈനീട്ടം നൽകി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും വിഷുക്കണി ദർശനത്തിനായി വലിയ തിരക്ക് അനുഭവപ്പെട്ടു. പുലർച്ചെ 4 മുതൽ 9 വരെയായിരുന്നു വിഷുക്കണി ദർശനം. വിഷുദിനത്തിൽ വിശേഷാൽ പൂജകൾ 9 മണിക്ക് ശേഷമാണ് ആരംഭിച്ചത്. വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിലും വിഷുദിനത്തോടനുബന്ധിച്ച് ചടങ്ങുകൾ ഒരുക്കിയിരുന്നു. കോഴിക്കോട് തിരുവണ്ണൂരിൽ ജനകീയ കൂട്ടായ്മയിൽ നാട്ടുവിഷുക്കണി സംഘടിപ്പിച്ചു. തിരുവണ്ണൂർ ക്ഷേത്രത്തോട് ചേർന്ന ആൽത്തറയിൽ അലങ്കരിച്ച വേദിയിലാണ് വിഷുക്കണി ഒരുക്കിയത്. ടീം റിപ്പോർട്ടർ.